ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിലോട്ട് പോവാം. അതെ, ഇപ്പം നമുക്ക് ജിന്നിൻ്റെ സ്റ്റോറി. ജിന്നും ഉണ്ടാവും. ജിന്നിക്ക് മാരേജ് ഡേ വന്നു. ജിന്നിക്ക് മാരേജ് ഇന്ത്യ സൈസ് മാരേജ് കൊറിയ സൈസ് മാരേജും ഇന്ത്യ സൈസ് മാരേജ് നടന്നു. ഇപ്പം ജിന്നു ഇവരെല്ലാം ഹാപ്പിയായി. ജിന്നിക്ക് മാരേജ് ആയി. എല്ലാവരും ഇങ്ങനെ ന്യൂസിൽ പോയി ബിസിനസ് മാനൊക്കെ മാരേജ് ആയിരുന്നു. ഇങ്ങനെ നിന്ന് ഡേയ്സ് പോയി. എന്നിട്ട് അങ്ങനെ ഷുഗർ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ജിൻ ബിസിനസ്. ഇപ്പോൾ മിയക്ക് ലീവ് കിട്ടി. അതെ, ലീവ് കിട്ടി. അങ്ങനെ മിയ റെസ്റ്റ് കൊടുക്ക് വന്ന് നോക്കുമ്പോൾ ഷുഗർ എവിടെ ഉണ്ട്. അങ്ങനെ ഷുഗറിനെ കാണുന്നില്ല എന്ന് തേടാൻ തുടങ്ങി മിയ. മാഡം ആ മിനിക്ക് വന്നു. അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ വന്ന് പറഞ്ഞു, മിനിക്ക? അതെ മാഡം, സാറിൻ്റെ പുറകെ നടക്കുന്ന മിയ മാം. ഓ, അവൾ വന്നോ? അങ്ങനെ അതെ, ഇതിലൊരു സീറ്റിലിരുന്നു. അതെ, റെസ്റ്റോർ പറഞ്ഞ ഒരു സീക്രട്ട് റൂം പറഞ്ഞ റെസ്റ്റോർ എന്ന് പറഞ്ഞാൽ സിയോമാരുടെ റൂമാണ്. അത് റൂമിലേക്ക് വന്നു. ഇങ്ങനെ തിരിഞ്ഞു. നീ ഇങ്ങനെ ഇരുന്നായിരുന്നു. അവൾ മിയാക്ക് ഷോക്കായി. നീ എന്തിനാ ഇവിടെ ഇരുന്ന്? ഇതെൻ്റെ സീറ്റാന്ന് പറഞ്ഞു. എന്താ നിൻ്റെ സീറ്റാ? അതെ, ഈ കമ്പണൻസ് വന്നാനെയാണ് പറഞ്ഞു. ഇതൊരു ഷോക്കായി പോയി. മിയ പറഞ്ഞു, ചുമ്മാ ഒന്നും പറയണ്ട, നീയാണ്. നീ വേണം വെയിറ്ററോട് ചോദിച്ചു. ഞാൻ വെയിറ്റർ വന്നു. അതെ, പറഞ്ഞ വെയിറ്ററാണ്. അവിടെ ഒരു നിയമം എടുക്കാം, ബുക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു. അല്ല മാമാണോ? പറയടാ, ഞാനാണോ ഇവിടുത്തെ കമ്പനിയെ ഈ റെസ്റ്റോറൻറ്റ് മുതലാളി? അതെ മാം, നിങ്ങളാണ്. അങ്ങനെ ഷുഗർ എവിടെയാണ് തേടുന്നത്. ഷുഗറിനെ കണ്ടില്ല. അവിടെ ഒരാളോട് ചോദിച്ചു. മിയ പറഞ്ഞു, ഒരാളോട് ചോദിച്ചു ഇങ്ങനെ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ പണം കൊടുത്തിട്ടേ മിയ പറഞ്ഞത് ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ അവരോട് ചോദിച്ചു, അതെയാണോ മാം? സോറി മാം, നിങ്ങൾ കാശ് പണം എനിക്കൊന്നും തരാൻ വേണ്ട. അതെ മാമാണ് ഇവിടുത്തെ കമ്പനി റെസ്റ്റോറൻറ്റ് ഓണറാണ്. സോറി മാം, പറയാൻ പറ്റില്ലായിരുന്നു. അവരവിടുന്ന് പോയി. മിയക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. അങ്ങനെ മിയൻ്റെ അച്ഛൻ പറയാൻ തുടങ്ങി, മോളെ മിയ, എന്താ വെച്ചാൽ എൻ്റെ കോളേജിൽ നിന്ന് ലീവ് എടുത്തത് എനിക്കറിഞ്ഞു. സോറി അച്ഛാ, അത് ഞാൻ കുറച്ച് ട്രിപ്പൊന്നും പറയണ്ട. നീ 2 ദിവസം ഇവിടെ നിന്നു, പിന്നെ നീ വരുന്നു പറഞ്ഞു മിയൻ്റെ അച്ഛൻ പറയാൻ തുടങ്ങി. ഇത് കേട്ട് മിയക്ക് ടെൻഷനായി. ശരിയോ? അങ്ങനെ 2 ദിവസമായി. 3 ദിവസത്തിന് മുമ്പ് ഷുഗർ ഒന്നും വരുന്ന കണ്ടില്ല. അങ്ങനെ അവൾ അവിടുന്ന് പോയി. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞു. അങ്ങനായിട്ട് ഡേയ്സ് കഴിഞ്ഞു. അങ്ങനെ അതെ, ഇന്ത്യയിൽ ഒരു പാർട്ടിയാണ്. അങ്ങനെ ഇന്ത്യക്ക് ഷുഗവും എല്ലാവരും ജിന്നും 2 പേരെ അവരെ വൈഫ് എടുത്ത് ഇന്ത്യക്ക് പോയി. അതെ, ഇന്ത്യയിൽ പോയിട്ട് നോക്കുമ്പോൾ അതെ 2 പേരെ വൈഫ് ബാഡ് നൈറ്റാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ചടങ്ങും ചെയ്യാൻ പറഞ്ഞായിരുന്നു. 2 പേരും അവിടെ കുറച്ച് ദിവസം താമസിച്ചു. ഇവിടുത്തെ അവരുടെ ഡാഡി അല്ല, അവിടെ അങ്കിളാണ് നോക്കുന്നത്. അതെ, ഒരു ഇതായത് ഇങ്ങനെ ഇന്ത്യ സൈസും. അതെ, അവിടെ നല്ല പല വെച്ചിട്ട് 2 പേരെ അങ്ങനെ കുറച്ച് ചടങ്ങ് ചെയ്യാൻ തുടങ്ങി. ബേബി ഷവർ ചെയ്യാനും പ്ലാനായിരുന്നു അവർക്ക്. അങ്ങനെ അവർക്ക് 2 പേർക്ക് കുട്ടി ജനിച്ചു. ഷുഗർക്കും കുട്ടി ജനിച്ചു, ജിന്നുക്കും കുട്ടി ജനിച്ചു. ഷുഗർക്കും ജിന്നുക്കും ബോയ് ബേബിയാണ്. കുട്ടി ജനിച്ചു. 2 പേർക്ക് ഭയങ്കര ഹാപ്പി. ഹോസ്പിറ്റലിൽ ജനിച്ചു. അങ്ങനെ അവർ കുറച്ച് ഡേയ്സ് ഇങ്ങനെ അങ്ങനെ കുറച്ച് ഡേയ്സ് ഷവർ ഇങ്ങനെ കുട്ടികളെ ചെയ്യാൻ തുടങ്ങി. നിയമം ഇടാൻ. മിയ വന്ന് നോക്കുമ്പോൾ ഷുഗറിൻ്റെ ഉറി ഇല്ലായിരുന്നു. ശരി ഓക്കെ, ഒരാരും പറഞ്ഞില്ലായിരുന്നു. ഒന്ന് ചോദിച്ചാൽ ആരും പറയില്ല. ഇപ്പോൾ ആളെല്ലാം ചേഞ്ചാണ്. റെസ്റ്റോറൻറ്റിൽ ആളെന്ത് ചേഞ്ചായി. അവർ ഒന്നും പറയില്ലായിരുന്നു. ഷുഗർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഹീറോയ്ക്ക് വിശ്വാസം. അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് കഴിഞ്ഞു. അങ്ങനെ കുട്ടീനെ എടുത്തുകൊണ്ട് അങ്ങനെ അവിടെ കൊറിയയിൽ വന്നു ഷുഗറിൻ്റെ അച്ഛനും ഇങ്ങനെ ഷുഗർ കമ്മിയെല്ലാം കാരിങ്, വൈഫിനും കാരിങ്. അങ്ങനെ റെസ്റ്റോറൻറ്റ് വീണ്ടും അവൾ വന്നു. നോക്കുമ്പോൾ ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗർ അവിടെ ഇരുന്ന് അതെ എങ്ങനെ ഉണ്ടായി കിടന്നു അതേമാതിരി ഇരുന്നു. ഇവിടെ നന്നായിട്ട് ഇങ്ങനെ ഫോൺ നോക്കി സ്മൈൽ ചെയ്യാൻ തുടങ്ങി. ഫോൺ ഇങ്ങനെ സ്മൈൽ ചെയ്ത് തുടങ്ങിയായിരുന്നു. അങ്ങനെ ഒരു ഗേൾ വന്നു വിളിക്കാൻ തുടങ്ങി. ഷുഗർ അത് നോക്കി, അയ്യോ ഇവളാ? അത് മിയായിരുന്നു. ഷുഗർ എന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. റോസ് എടുത്ത് മാരിമി ഷുഗർ എന്ന് ചോദിച്ചു. അങ്ങനെ ആ പെണ്ണ് പറഞ്ഞു. അത് കേട്ട് എല്ലാവർക്കും ഷോക്കായി. അതുമാത്രമല്ല അവിടെ ഒരു ബോഡിഗാർ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയ്യോ സാർക്ക് ഓൾറെഡി കല്യാണം കഴിഞ്ഞു, ബേബി ഉണ്ട്, ഇവളെന്താ ഇങ്ങനെ പ്രൊപ്പോസ് ചെയ്യുന്നത്? അതിൽ വെച്ചക്കാരൻ പറഞ്ഞു, ഓൾറെഡി അവനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതിന് മുമ്പ് അവനൊരു ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ബെഡ്റൂം എല്ലാം റൂമെല്ലാം കൊടുക്കുന്ന ആളായിരുന്നു.
അവന് മാത്രം എല്ലാവർക്കും കുറച്ചാൾ ചേഞ്ച് ആയിരുന്നു. അങ്ങനെയായിട്ട് അവന് പറഞ്ഞു ഈ ലൂസ് ഓൾറെഡി സാറിന് പുറകെ നടക്കാണ്, ഒന്ന് കണ്ടുക്കാതിരിക്കും നമുക്ക് നല്ലതെന്ന് പറഞ്ഞു. അതേമാതിരി അവൾ പ്രൊപ്പോസ് ചെയ്ത ഷുഗർ സ്മൈൽ ചെയ്ത് പറഞ്ഞു സോറി ഐ മാരേജ്. ഇത് പറഞ്ഞ അവൾക്ക് ഷോക്ക്. എന്താ മാരേജാ? സോറി മാം ഓൾറെഡി എനിക്ക് മാരേജ് കഴിഞ്ഞു എന്ന് ഷുഗർ അവളുടെ റിങ് കെട്ടി പറയാൻ തുടങ്ങി. ഇത് കേട്ട് അവൾ നമ്മയില്ല. നിങ്ങൾ കളവ് പറയുന്നു എന്ന് ആ കുട്ടി അവൾ പറയാൻ തുടങ്ങി. അങ്ങനെ ഷുഗറിൻ്റെ കുട്ടി കരയായിരുന്നു. അയ്യോ കുഞ്ഞ് കരയാൻ തുടങ്ങി. ഷുഗർ ഓടി പോകാൻ തുടങ്ങി. ഷുഗറിനെ ഫോളോ ചെയ്ത് വരാൻ തുടങ്ങി. അതെ ഷുഗറിൻ്റെ ബേബി ആയിരുന്നു. ജിന്നുവിൻ്റെ കയ്യിൽ ഒരു ബേബി ഉണ്ടായിരുന്നു. ജിന്നു പാട്ട് പാടി. ജിന്നു റൂമിലുണ്ടായിരുന്നു. ഇതടാ ബേബി കരയണടാ. ഷുഗറിൻ്റെ കയ്യിൽ ബേബി ഉണ്ടായിരുന്നു. അത് ഷുഗറിന് മാത്രമേ ഉണ്ടായിരുന്നു. അത് കണ്ട് അവൾക്ക് ഷോക്കായി പോയി. എന്ത് ഷുഗർക്ക് ബേബി ഉണ്ടോ? അതെ എനിക്ക് ഓൾറെഡി മാരേജായി. ജിന്നിൻ്റെ കയ്യിൽ ബോയ് ബേബി ഉണ്ട്. രണ്ടുപേരുടെ കയ്യിൽ കിടക്ക് കണ്ടായിരുന്നു. ഇത് കണ്ട് രണ്ടുപേരുടെ കയ്യിൽ ഷോക്കായി പോയി. അതെ മിയാൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിക്ക് ജിന്നിന് ഇഷ്ടമായിരുന്നു. ജിന്നിക്ക് ഓൾറെഡി മാരേജായി എന്ന് അവൾക്കറിയില്ല. അവർ പഠിക്കുന്ന ബിസി ആയിരുന്നു. ഇപ്പോൾ ജിന്നിൻ്റെ കയ്യിൽ ബേബിയാണ്. ആ റൂമർ നിരിച്ചായിരുന്നു അവൾ ഓൾറെഡി മാരേജ് കഴിഞ്ഞ ന്യൂസൊക്കെ വന്നിരുന്നു. ഇത് റൂമർ പറഞ്ഞ് അവൾ നമ്പിയായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ സത്യമാണ്. അങ്ങനെ ഇഷ്ടം രണ്ടുപേർക്ക് ഹാർട്ടിൽ പെയിന് വന്നതിനൊക്കെയായി. അവളുടെ പേര് ദിയാക്ക് ഷോക്ക്. അങ്ങനെ രണ്ടുപേരോട് പറയാൻ തുടങ്ങി നിങ്ങൾക്ക് മാരേജ് ആയോ? യെസ് എനിക്ക് മാരേജായി എന്ന് രണ്ടുപേരും പറയുന്നത്. നിങ്ങൾക്ക് എന്താ ഷോക്കെന്ന് ജിന്നു ചോദിച്ചു. സാർ നിങ്ങൾക്ക് ഞാൻ പ്രപ്പോസ് ചെയ്യാൻ വരാമെന്ന് വെച്ചാൽ ആ ജിന്നിയോട് പറയാൻ തുടങ്ങി. സോറി എനിക്ക് ഓൾറെഡി വൈഫുണ്ട്. അങ്ങനെയായിട്ട് രണ്ടുപേരും പറയാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ബേബിയാണ്. അങ്ങനെ രണ്ടുപേരും വൈഫ് വരാൻ തുടങ്ങി. ശബ്ദം കേട്ടു. എന്താ ഇവിടെ നടക്കുന്നത് ചോദിച്ചു. അതുകൊണ്ട് രണ്ടുപേരും തിരിഞ്ഞു. അവരെല്ലാം 3 പേര് തിരിഞ്ഞു. ആ ഫ്രണ്ടും ഉണ്ടായിരുന്നു, ആ ബോയ് ഫ്രണ്ട്, ബോയ്സിലെ ആ ഫ്രണ്ടും അവൻ തിരിഞ്ഞു നോക്കി. രണ്ടുപേരും ഇങ്ങനെ വരുന്ന കണ്ടായിരുന്നു. ഷോക്കായി. ഇവള് ഷോക്കായി. രണ്ടുപേരും ഷോക്കായിട്ട് ചോദിച്ചു നീയാ? അതെ. അങ്ങനെ വന്നിരുന്നു. അവനോട് ചോദിച്ചു ഷുഗറോട് എൻ്റെ വൈഫ് ആരാം? വൈഫ് ഷുഗർക്ക് ഓൾറെഡി മാരേജ് നീ പുറകിലൊന്നും നടക്കാണ്ടെന്ന് അമ്മിയ പറയാൻ തുടങ്ങി. അത് കണ്ട് ഷോക്കായി പോയി. ആ ഫ്രണ്ട്